കൊള്ളാം, നല്ല പടം. ഫാമിലി ആയിട്ട് നമുക്ക് നല്ല അടിപൊളിയായി. ഈ ഇടയ്ക്ക് ഇറങ്ങിയാൽ വെച്ച് നല്ല അടിപൊളി പടം. ചിരിക്കാനൊക്കെ ഉണ്ട്. കോമഡി ഒക്കെ ഉണ്ട്, നല്ല രീതിയിൽ കോമഡി. അതെ, ആ ഒരു ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്. സത്യനാഥൻ കഴിഞ്ഞ പുള്ളി ഇപ്പം കോമഡി കോമഡിയൊക്കെ ഒരു ഇതൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷെ കോമഡി കുറച്ച് എക്സ്പെക്ട് ചെയ്തു, പക്ഷെ അതിലേക്ക് കോമഡി കൊണ്ട് വന്നുള്ള സെക്കൻഡ് ഹാഫ് ഒക്കെ കുഴപ്പമില്ല, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പൊതുവെ കണ്ടിരിക്കും, പെർഫോമൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. അതായത് പുള്ളിയുടെ ഗ്യാപ്പിട്ടുള്ള പടമാണിത്. എന്നാൽ ആ പെർഫോമൻസിന്റെ കാര്യത്തിൽ പുള്ളിയൊന്നും പിന്നോട്ട് പോയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. പെർഫോമൻസ് എല്ലാവരും നല്ല കണ്ടു. പിന്നെ എല്ലാവരും ജോണി ആന്റണി നല്ലതാണ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. നല്ല രസമുണ്ട്. കോമഡി ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഫാമിലി നല്ല രസം. അങ്ങനെ അറിയില്ല. പഴയ ദിലീപേട്ടനെ കാണാൻ പറ്റും. അതിലും സിമ്പിൾ നല്ലൊരു സ്റ്റോറിയാണ്. എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ ധൈര്യപൂർവ്വം വന്ന് കാണാം. എന്നാൽ ദിലീപിന്റെ മുമ്പത്തെ ഇതൊക്കെ ഇല്ല, ആ സീനൊക്കെ നമുക്ക് ഓർമ്മ വന്നു. അതിലും ധൈര്യപൂർവ്വം കാണാം. പിന്നെ വിനീത് കുമാർ നന്നായിട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഫാമിലി ആയിട്ട് ധൈര്യപൂർവ്വം വന്ന് കാണാം. ഈ പടം കോമഡിയൊക്കെ വർക്കൗട്ടായിട്ട് സൂപ്പറായിരുന്നു. സൂപ്പറായിരുന്നു, കാണാൻ നല്ലത്. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണാം, കുഴപ്പമില്ല. ദിലീപിന്റെ ഇഷ്ടമാണ്, ചിരിക്കാനുണ്ട്. എല്ലാം കൊണ്ട് പടം നന്നായിട്ടുണ്ട്. എന്തോ കുടുംബ പ്രേക്ഷകർക്ക് പൊതുവെ ഇഷ്ടപ്പെടും. കുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുടുംബനാഥന്മാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. നമ്മൾ ദിലീപ് എന്ന് പറഞ്ഞ നടനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇങ്ങനെയുള്ള മൂവികളാണ്. നല്ല ആദ്യമൊക്കെ നല്ല സന്തോഷം, ലാസ്റ്റ് വന്നിട്ട് സങ്കടം. നല്ല മൂവിയാണ്, കുറെ നാളിന് ശേഷം വന്ന ഏറ്റവും നല്ലൊരു മൂവിയാണ്. നല്ല പടം, തിയേറ്ററിൽ വന്ന് കാണണം. കോമഡി ഒക്കെ ഉണ്ട്, കോമഡി ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്. നല്ല നല്ല അഭിനയമായിരുന്നു. നല്ല നല്ല കോമഡി ചിരിക്കാൻ നല്ല കോമഡിയാണ്. നന്നായിരുന്നു. തിയേറ്റർ സീനൊക്കെ കാണുമ്പോൾ റിംഗ് മാസ്റ്റർ, നന്നായിരുന്നു.